നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പഫ് സ്ലീവ് ആയിട്ടുള്ള നൈറ്റി അല്ലെങ്കിൽ ടോപ്പ്, ജീൻസ് ടോപ്പോ സ്കേർട്ട് ടോപ്പോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് അല്ലെങ്കിൽ നൈറ്റിക്കുള്ള പാറ്റേണാണ് ഇന്നിവിടെ ചെയ്യുന്നത്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഷോർട്ടർ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ബസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും മാർക്ക് ചെയ്യുന്നു. ബസ്റ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 6.25 ഇഞ്ചാണ്. രണ്ട് സൈഡിൽ നിന്നും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ ലൈനാക്കാം. ½ ഇഞ്ചാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. 3 ഇഞ്ചസ് നെക്ക് വിഡ്ത്തും കൊടുക്കുന്നു. ഫസ്റ്റ് മെഷർമെൻറ്റ് 34 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചസ് 36 ഇഞ്ച്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് വയ്ക്കുന്നു. അതുപോലെ തന്നെ വേസ്റ്റും ഹിപ്പും എല്ലാം നിങ്ങളുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അതിനെ ഒരു ലൈനാക്കി താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആം ഹോൾ ഡെപ്ത് വരുന്നത് 6.5 ഇഞ്ചസ് വരുന്നുള്ളൂ. അതിനെ ഇങ്ങനെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഹിപ്പ് കർവ് ഉപയോഗിച്ച് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുന്നു. ആ ഷാർപ്പ് കോർണറൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെ സ്മൂത്തായിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ കൈകൊണ്ട് സ്മൂത്ത് കർവ് കൊടുത്ത് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തിട്ട് ആം ഹോൾ നമ്മൾ മെഷർ ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കണം. ആം ഹോൾ ഡെപ്ത് ഞാനിവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്ക് പെർഫെക്റ്റ് ഫിറ്റിങ്ങിന് വേണ്ടി. 8.25 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് പാറ്റേൺ വരയ്ക്കാം. ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുന്നു. അവിടെ നിന്നും 3 ഇഞ്ചസാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. അതിനെ ഒരു ലൈൻ ആക്കുന്നു. ആ ലൈനിൽ നമ്മൾ നമ്മുടെ 8.25 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നു. ഇതെങ്ങനെ കോണ് ആയിട്ടിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 8.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. വീണ്ടും അതിനിങ്ങനെ ലൈനാക്കുന്നു. സ്ലീവിൻ്റെ ടോപ്പ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിന് മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഇതുപോലെ മടക്കി വീണ്ടും അതിൻ്റെ മിഡിൽ പോയിൻറ്റ് കാണുന്നു. കേർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ പാറ്റേണിൽ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും തുണിയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. സ്ലീവ് ഓപ്പണിങ്ങിൽ ഞാൻ 5 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്, പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. ടോട്ടൽ കൈയുടെ വണ്ണം 10 ഇഞ്ചസാണ്. അതിൻ്റെ ഹാഫാണ് 5 ഇഞ്ചസ്. ഇത് നമ്മുടെ ബേസിക് പാറ്റേൺ ആണ്. ഇത് വെച്ചിട്ട് നമുക്കിനി പഫ് സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. ഇവിടെ നിന്നും ഇങ്ങനെ മെഷർ ചെയ്യുന്നു. നമുക്ക് ആദ്യം മാർക്ക് ചെയ്യുന്ന പാർട്ടാണ് കൂടുതൽ വേണ്ടത്, കാരണം അത് അണ്ടർ ആമിൽ പോകുന്ന പാർട്ടാണ്, ഇലാസ്റ്റിക് ഇല്ലാത്ത പാർട്ടാണ്. ബാക്കി വരുന്നത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതുപോലെ ലൈൻ വരച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് സ്ലാഷ് ചെയ്ത് നമുക്ക് വേറൊരു പേപ്പറിൽ
അറ്റാച്ച് ചെയ്തിട്ട് വേണം സീം അലവൻസ് കൊടുത്ത് കട്ട് ചെയ്യാൻ. സ്ലീവ് പാറ്റേൺ നമ്മൾ സ്ലാഷ് ചെയ്യുന്നതിന് മുമ്പേ ഈ ബോഡീസ് പാറ്റേണിൽ നമുക്ക് ആദ്യത്തെ പാർട്ട് മാർക്ക് ചെയ്യാം. എനിക്ക് 4.5 ഇഞ്ചാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, നമുക്ക് ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും തയ്ച്ച് വരുമ്പോൾ ഏറിയും കുറഞ്ഞിരിക്കില്ല, കറക്റ്റായിരിക്കും, പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു. ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് 4 ഇഞ്ചസാണ് നെക്ക് ഡെപ്ത് വരുന്നത്. ഈ പോർഷൻ നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. അത് ആവശ്യമില്ല. ഇനി നമുക്ക് ആ താഴത്തെ ബോഡീസ് പാർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. സ്ലീവിനെ നമ്മൾ സ്ലാഷ് ചെയ്ത് 3 പീസാക്കുന്നു. കുറച്ചുകൂടി വലിയൊരു പേപ്പർ എടുത്തിട്ട് അതിനെ 2ആക്കി മടക്കിയിരിക്കുന്നു. ഞാൻ ആദ്യത്തെ പീസ് ഇതുപോലെ സെറ്റ് ചെയ്യുന്നു. പൊക്കത്തിലേക്ക് ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, താഴേക്ക് 1.5 ഇഞ്ചും. അത് സ്ലീവ് മടക്കി തയ്ക്കാനുള്ളതാണ്. സീം അലവൻസിന് പാർട്ടിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ആ ലൈനിൽ വേണം നമുക്ക് ഈ പീസസിനെ സെറ്റ് ചെയ്യാൻ. 1.5 ഇഞ്ചാണ് ഞാൻ ഇതുപോലെ 2 സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. അത് ഗ്യാതറിങ്ങിന് വേണ്ടിയാണ് നമുക്കത്രയും എടുത്തിരിക്കുന്നത്, 1.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. വീണ്ടും അടുത്ത 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തു, അടുത്ത പീസ് വെച്ചു. സ്ട്രെയിറ്റ് ലൈനിൽ അലൈൻ ചെയ്ത് വെച്ച് പിൻ ചെയ്യാം. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഇവിടെ നിന്ന് മെഷർ ചെയ്താൽ 2 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അത് പഫിന് വേണ്ടിയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ എല്ലാം എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് പീസിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നില്ല. ഇതുപോലെ ഞാൻ ഫാബ്രിക്കിനെ നീളത്തിൽ മടക്കിയിട്ടിരിക്കുന്നു. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മൾ ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നത്. 1.5 ഇഞ്ച് ഞാൻ പൊക്കത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അത് ഇലാസ്റ്റിക് കേസിങ്ങിന് വേണ്ടിയുള്ളതാണ്, ഫ്രണ്ടിലും ബാക്കിനും വേണ്ടി. ഇതുപോലെ ഷേപ്പ് ചെയ്ത് സീം അലവൻസിന് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നില്ല, ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് എത്ര ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഞാൻ നൈറ്റിക്ക് ഇറക്കം എടുത്തിരിക്കുന്നത് 47 ഇഞ്ചസ് പ്ലസ് 2 ഇഞ്ചസ് സീം അലവൻസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇറക്കമെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നു. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 പീസ് ഫാബ്രിക് ഇതുപോലെ മടക്കി വെച്ചു. നമുക്ക് നമ്മുടെ ആ പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി താഴെയൊന്നും ഞാൻ സീം അലവൻസ് കൊടുക്കുന്നില്ല. ഈ പൊക്കത്തിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യുന്നു. അത് പൊക്കത്തിൽ നമുക്ക് ഇലാസ്റ്റിക് കേസിങ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് നമ്മളിനി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കട്ടിങ് പെർഫെക്റ്റായിട്ട് കഴിഞ്ഞാൽ പിന്നെ തയ്ക്കുന്ന ഒരു പ്രയാസമില്ല. ഇതുപോലെ 2 പ്രാവശ്യം അകത്തേക്ക് മടക്കി കേസിങ് ചെയ്തു. ഞാൻ ഇലാസ്റ്റിക് ഞാൻ ആദ്യമേ കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ കയറ്റിയിട്ട് നമുക്ക് എത്ര ഇതുപോലെ ചുരുക്ക് വരുത്തി, ഒരുപാട് ചുരുക്ക് വരുത്താതെ, അപ്പോൾ ടു ടൈറ്റ് ആയിട്ടിരിക്കും, ഇടുന്നവർക്കൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരേ മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഇലാസ്റ്റിക് ഇതുപോലെ കടത്തി കഴിഞ്ഞിട്ട് രണ്ടറ്റവും തയ്ച്ച് സെക്യൂർ ചെയ്യാം. സ്ലീവ് നമുക്ക് കാണാം. സ്ലീവിൻ്റെ അടിവശം ഞാൻ ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തു. അതുപോലെ തന്നെ ടോപ്പ് ഇലാസ്റ്റിക് കേസിങ് നിങ്ങൾക്ക് കാണാം, ഇതുപോലെ മടക്കി അയൺ ചെയ്തു. അതിന് മുമ്പേ ഓവർലോക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓവർലോക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗത്ത് പോലെ വെച്ചിട്ട് യോജിപ്പിക്കുന്നു. രണ്ട് സ്ലീവ് ഇതുപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇതുപോലെ യോജിപ്പിക്കുന്നു. അത് തയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ സ്ലീവിൻ്റെ അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ടോപ്പിൽ വരുന്ന സ്ലീവ് ടോപ്പിൽ ഇലാസ്റ്റിക് കേസിങ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം തയ്ക്കാം. ഓൾറെഡി അത് അയൺ ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തയ്ക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. ഇലാസ്റ്റിക് ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടെങ്കിൽ അത് ട്രിം ചെയ്ത് ആ കേസിങ്ങിനുള്ളിലാക്കണം. കാരണം അല്ലെങ്കിൽ അത് ദേഹത്ത് കുത്തിക്കൊള്ളും. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടാനായിട്ട് മടിയായിരിക്കും പിന്നെ. അതുകൊണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് നീറ്റാക്കുന്നു. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ മെഷർ ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ ഈ അണ്ടർ ആം ഹോൾ ഏകദേശം 4.5 ഇഞ്ച് വരുന്നുണ്ട്. ബാക്കി ഫുള്ള് പഫിന് വേണ്ടിയുള്ളതാണ്. കാരണം നമ്മുടെ സ്ലീവ് 8.25 ഇഞ്ചാണ് വരുന്നത്. ആം ഹോൾ വരുന്നത് 8.25 ഇഞ്ചായിരുന്നു. അപ്പോൾ ബാക്കി വരുന്നത് ഫുള്ള് പഫായിരിക്കും. അതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ രണ്ട് സ്ലീവും ഒരുപോലെ വരത്തക്ക വിധം ഇലാസ്റ്റിക് കടത്തിയിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. ഇലാസ്റ്റിക് ആദ്യമേ തന്നെ കട്ട് ചെയ്യുന്നില്ല, മെഷർ ചെയ്ത്. ഇലാസ്റ്റിക് പിന്നെ ഉപയോഗിച്ചതുപോലെ കടത്തിയിട്ട് മാർക്ക് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് എൻ്റെ അടിവശത്തും ഒരു പീസ് ഇലാസ്റ്റിക് ഇതുപോലെ ഈ തയ്യലിൻ്റെ കണ്ട ഈ മടക്കി തയ്ച്ചിരിക്കുന്നതിൻ്റെ ലെവൽ വെച്ചിട്ട് ഇതുപോലെ തയ്ക്കുന്നു. അതും ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, തയ്ച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി സ്ലീവ് ടോപ്പിൽ നമുക്കിതുപോലെ ഇലാസ്റ്റിക് കേസിങ് തയ്ച്ച് വരാം. ഇലാസ്റ്റിക് ഇതുപോലെ കടത്താൻ വേണ്ടി ഒരു ഓപ്പണിങ് ഈ അറ്റത്തും അതുപോലെ തന്നെ മറ്റേ അറ്റത്തും ഇട്ടിരിക്കണം. എന്നിട്ടത് ഇലാസ്റ്റിക് കടത്തി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടറ്റവും തയ്ച്ച് ക്ലോസ് ചെയ്യാം. ഇതുപോലെ പിന്നെ ഉപയോഗിച്ച് നമ്മൾ കേസിങ്ങിൽ കൂടി ഇലാസ്റ്റിക് കടത്തിയിട്ട് രണ്ടറ്റവും മെഷീനിൽ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യാം, തയ്ക്കുന്നു. ഇലാസ്റ്റിക്കിൻ്റെ ഈ അറ്റം തയ്ച്ചതിന് ശേഷം വേണം ട്രിം ചെയ്ത് കളയാൻ. എന്നിട്ട് ഇതേ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ അടുത്ത സ്ലീവിൻ്റെ ഇലാസ്റ്റിക്കും ഇതുപോലെ വെച്ചിട്ട് തയ്ക്കും. ഇനി നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും മെഷർ ചെയ്യാനില്ല. ഞാൻ നോക്കുന്നത് ഈ സ്ലീവിൻ്റെ അതേ ലെങ്ത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ സ്ലീവിൻ്റെ ഇലാസ്റ്റിക്കിനും കൊടുക്കണം. അതിന് വേണ്ടി മാത്രം, ഒരുപോലെ ഇരിക്കാൻ വേണ്ടി മാത്രം മെഷർ ചെയ്ത് ഉറപ്പാക്കാം.
നമ്മുടെ ജോലി ഏകദേശം തീരാറായി. ഇതുപോലെ സ്ലീവിൻ്റെ സൈഡ് ഇതുപോലെ പിൻ ചെയ്ത് രണ്ട് സൈഡ് നമുക്ക് തയ്ക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് നോക്കുമ്പോൾ അറിയാം നമുക്കത് പാറ്റേൺ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. മെഷർമെൻറ്റിലൊന്നും ഇനി പ്രത്യേകിച്ച് അറിയാനില്ല. രണ്ട് സൈഡ് വലിച്ചതിന് ശേഷം അതിൻ്റെ അടിവശം കൂടി മടക്കി അയൺ ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി സോവിങ്.